നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കർക്കിടക മാസത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിൽ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളുമൊക്കെ ഒഴിഞ്ഞ് നിൽക്കുന്ന, ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ നക്ഷത്രക്കാർ കർക്കിടകം 1 മുതൽ തന്നെ അവരുടെ ജീവിതത്തിൽ രാജകീയ പ്രൗഢിയോടുകൂടി നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ജീവിതത്തിലെ ഒട്ടുമിക്ക ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ് ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും മാറാൻ പോകുന്ന നക്ഷത്ര ജാതകർ, അവർക്ക് വലിയ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും മാറി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്നു. ഇവർ പ്രത്യേകിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ശിവഭഗവാന് ജലധാര, പിൻവിളക്ക്, വെള്ള നിവേദ്യം, കൂളമാല ഇത്യാദി വഴിപാടുകൾ ചാർത്തി പ്രാർത്ഥിക്കുക. ഇവരുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. ഉയർച്ച ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു. എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറാൻ പോകുന്ന ഒരു സമയമാണ്. ഇവർക്ക്, ഈ നക്ഷത്രക്കാർക്ക് സമയം വളരെ അനുകൂലമാകുന്നതോടുകൂടി തന്നെ അവരുടെ ദുഃഖ ദുരിതങ്ങൾ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും. ഭാഗ്യം ഇവരുടെ കൂടെയുണ്ട്. ഇവർക്ക് കുന്നുപോലെ ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്ന, ജീവിതത്തിലെ കഷ്ടകാലമൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരുങ്ങുന്ന ചില നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവിധത്തിലുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്രത്തിലും ധർമ്മദേവത ക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രത്യേകം പ്രാർത്ഥന ചെയ്യുക. എല്ലാ മാസത്തിലും ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. കഷ്ടകാലങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ പോകുന്ന, എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന, ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും ഭാഗ്യം നിറഞ്ഞ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് കർക്കിടകം 1-ാം തീയതി മുതൽ ഭാഗ്യ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഇവരുടെ ഉയർച്ചയുടെ കാലം തുടങ്ങുന്ന ഒരു സമയം. ഇവർക്ക് വലിയ തോതിലുള്ള ഉയർച്ചകൾ സംഭവിക്കാൻ പോകുന്നു. സാമ്പത്തികപരമായി ഇവർക്ക് എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും മാറി വലിയ നേട്ടങ്ങൾ, ധനം വന്നു ചേരുന്നതിനും പണം ഇവരുടെ കൈകളിലേക്ക് സ്വരുക്കൂട്ടുന്നതിനും ഒക്കെ ലഭിക്കുന്ന അവസരങ്ങളാണ്. നേട്ടങ്ങൾ ഒരുപിടിയാണ് ഇവർക്ക് വന്നു ചേരുന്നത്. ഭാഗ്യ സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരെ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത്, അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് പാൽപായസ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഇവർക്ക് വന്നു ചേരും. ഇവർ കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ്. അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി ഇവർ രക്ഷപ്പെടും. കടബാധകളൊക്കെ തീർക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ജീവിതത്തിൽ ഒട്ടേറെ സമ്പാദ്യം വന്നു ചേരും. ധനം കുമിഞ്ഞുകൂടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും മാറി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. എല്ലാവിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും മാറും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും പഠന സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ എത്തിച്ചേരുന്നതിനും അവിടെ ഉയർച്ചകൾ സംഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ധന വരുമാനം വർദ്ധിക്കും. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഭാഗ്യം ഇവരുടെ കൂടെയുണ്ട്. രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ, ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വളരെയേറെ പ്രയാസപൂരിതമായിട്ടുള്ള ആളുകളാണ്. ഈ ഒരു സമയത്തിന്റെ ആനുകൂല്യം കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മാറുകയും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്ന, ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ വന്നു ചേരാൻ പോകുന്ന സമയമാണ്.
ഈ നക്ഷത്രക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക, ഇഷ്ടവഴിപാടുകൾ സമർപ്പിക്കുക, തൃക്കൈവെണ്ണ പാൽപായസ നിവേദ്യം വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധ്യമാവുകയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഇവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്നു. ഭാഗ്യം ഇവരുടെ കൂടിയാണ്. എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഐശ്വര്യ സമ്പൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുകയും മികച്ച തോതിലുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. ഐശ്വര്യ സമ്പൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഭാഗ്യത്തിന്റെ നിറകുടമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ. രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം തന്നെയാണ്, സർവൈശ്വര്യം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് സന്താന ദുരിതങ്ങളൊക്കെ മാറി നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിക്കും. ജീവിതത്തിലെ നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരും. സഹോദര തുല്യമായ ആളുകളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹബന്ധമുണ്ടാകും. സഹോദര സഹായമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. നല്ലൊരു ബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും എല്ലാവിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒട്ടേറെ ധനം ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇവർക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ്. കടബാധ്യതകളൊക്കെ തീരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച നേട്ടത്തിലൂടെ ഉയർച്ചകൾ സംഭവിക്കാൻ പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒട്ടേറെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സൗഭാഗ്യങ്ങൾ തിരികെ ലഭിക്കുന്നു. ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സർവൈശ്വര്യ കാരകത്വം ഈ നക്ഷത്രക്കാർക്കുണ്ട്. നേട്ടത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഒക്കെ ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്നു. പരിഹസിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഈ ഒരു ഓർമ്മ അവരുടെ മനസ്സിൽ എന്നും ദുഃഖമായി വന്നിട്ടുണ്ട്. ഒട്ടേറെ ചതിപ്രയോഗങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഈ ഒരു സമയം അതൊക്കെ മാറുന്നു. ഭാഗ്യം കൊണ്ട് ഇവരെ ദുഃഖിപ്പിച്ച ആളുകൾക്ക് പോലും തിരിച്ചടി ലഭിക്കുന്ന, അവർ നിഷ്പ്രഭമാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഭാഗ്യം വന്നു ചേരുന്നു. ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരും. കഷ്ടകാലം ഒഴിയുന്ന ഒരു സമയമാണ്. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്ന, ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി ഒട്ടേറെ വീഴ്ചകൾ വന്നു ചേരുന്ന, മനസ്സമാധാനത്തോടുകൂടി നേട്ടത്തോടുകൂടി ഉയർച്ചയോടുകൂടി നിൽക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു. ജീവിതത്തിൽ വിജയം ഇവരുടെ കൂടിയുണ്ട്. ഭാഗ്യം ഒട്ടേറെ ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. മികച്ച അവസരങ്ങൾ ലഭിക്കുന്നു. ഇവർ ദേവീക്ഷേത്ര ദർശനം നടത്തുക. ഭാഗ്യാനുഭവത്തിലൂടെ എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളും മറികടന്നുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളും മറികടന്നുകൊണ്ട് ഇവർക്ക് ഒട്ടേറെ സാധ്യതകൾ തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനമുണ്ട്. മികച്ച അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. ദുരിത ദുഃഖ ഭാവങ്ങളൊക്കെ മാറുന്നു. ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് നല്ല നിലയിൽ എത്താനുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. സമയം അനുകൂലമായി നിൽക്കുന്നു. വീട് വയ്ക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കടബാധകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒട്ടേറെ വന്നു ചേരുന്നു. പ്രാർത്ഥനകൾക്കും സൽക്കർമ്മങ്ങൾക്കുമൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങൾക്കും മാറി സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം.
എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.